ഹലോ, അസ്സാം വലൈക്കും. ഞാനിന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അകാലനരയുള്ളവർക്കും അതുപോലെ ഒരു മിക്ക ആൾക്കാർക്കും ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നര തുടങ്ങും. ചിലർക്ക് പാരമ്പര്യമായിട്ടാണെങ്കിൽ അത് കുറച്ചും കൂടെ നീണ്ടു പോകുന്നു മാത്രം. അപ്പോൾ കഴിയുന്നത് നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാതിരിക്കുക. ഒരു പ്രാവശ്യം കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് ചെയ്യേണ്ടതായിട്ട് വരും. കഴിയുന്നതും അതിൽ നിന്ന് നമ്മൾ ഒഴിവാകാൻ നോക്കണം. അപ്പോൾ 100% റിസൾട്ടാണ് കേട്ടോ ഇതിന്. നമ്മൾ ഈ ഒരു റെമഡി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ മിക്കതും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങളാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ് കേട്ടോ. മൈലാഞ്ചി, ബദാം, അലോവേര. ഞാൻ ഫ്രഷ് അലോവേരയാണ് എടുത്തിട്ടുള്ളത്. ജെല്ലുള്ളവരാണെങ്കിൽ ജെല്ല് ഉപയോഗിച്ചാലും മതി. ഇത് കഞ്ഞിക്കൂർക്കയില എന്ന് പറയും. ഇതിന് ഓരോ സ്ഥലത്ത് കർപ്പൂരവല്ലി എന്നൊക്കെ പറയും. ഓരോ നാട്ടിലും ഓരോ പേരാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഈ 4 ചേരുവകളാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഈ ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം. കുറച്ച് കരിഞ്ഞു പോകുന്ന ഒരു പാകത്തിലാക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇത് മാസത്തിൽ 1-2 പ്രാവശ്യം ചെയ്തു കൊടുക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ ഫലം കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും മുടിക്ക് നല്ല കരുത്തും മുടി കൊഴിച്ചലിനൊക്കെ നല്ലതാണ് ഇട്ടത്. അതുപോലെ മുടി ഇടതൂർന്ന് വളരാനും നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഒന്നുകൂടെ അത് നമുക്കൊരു ഫലം കിട്ടുന്നത് പോലെ തോന്നും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കാന്നല്ല, ഒന്ന് കരിച്ച് തന്നെ ഇത് എടുക്കണം കേട്ടോ. ബദാം ഒന്ന് കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കരിയണം ബദാം. ഇതുപോലെ നമ്മുടെ ബദാം കരിച്ചെടുക്കണം. കണ്ടില്ലേ? ഒന്നും കൂടെ ചൂടുള്ള ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് നേരം വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടത് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ വീണ്ടും ഇത് ആ അലുമിനിയം ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു 2 മണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിന് ശേഷം മാത്രം നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. അപ്പോൾ ഞാൻ എല്ലാ ചേരുവകളും കൂടെ കൂട്ടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഞാനൊരു സാധനം കൂടെ നിങ്ങളോട് ചേർക്കാൻ പറയാൻ മറന്നു വരുന്നു. കുറച്ച് കോഫി പൗഡറും കൂടെ ഇത് നമ്മൾ മിക്സിയിലേക്ക് ഇടുമ്പോൾ ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ. കോഫി പൗഡറും കൂടെ ഇട്ട് ഇത് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ, ഈ ചൂടോട് കൂടിയ ചീനച്ചട്ടി തന്നെ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായി തണുത്തിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് തലയിലിടുന്നതിൻ്റെ മുമ്പായിട്ട് നന്നായിട്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണം. തീരെ എണ്ണ പാടില്ല തലയിൽ. പിന്നെ കഴിയുന്നതും നിങ്ങളിത് ഒരു 3 ദിവസത്തിന് ശേഷം വീണ്ടും ഇടുക. അതിന് ശേഷം പിന്നെ ഒരു ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും തുടർച്ചയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ നരച്ച മുടി നന്നായിട്ട് കറക്കും. ബാക്കിയുള്ള മുടി നരക്കാതിരിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നാച്ചുറലായിട്ടുള്ള നല്ല നല്ല ബ്യൂട്ടി ടിപ്സുമായി ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.